അയ്യോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിസ്മയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു വെച്ചിട്ട് വന്നപ്പോൾ അയ്യോ ഒന്നും പറയാനില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. ലാലേട്ടന് കുറച്ചുകൂടി ഇമ്പാക്ട് കൊടുക്കാമെന്ന് തോന്നി. നല്ല അഭിനയം, മിതമായ അഭിനയം, കൃത്രിമമായ അഭിനയമല്ല. പലരും പല അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അതാണൊരു ഡൗട്ട് ഉണ്ടായി. എന്നാലും ലാലേട്ടൻ്റെ മോളല്ലേ, ലാലേട്ടൻ്റെ കൂടെ കാണിക്കാതിരിക്കില്ലല്ലോ. ഫാമിലി ആയിട്ടും നല്ല ആരുമായിട്ട് വേണേലും കാണാം. മോഹൻലാലിൻ്റെ മോളല്ലേ എസ്പെഷ്യലി, വളരെ നല്ല അഭിനയം. ഫൈറ്റ് അടിപൊളി ഫൈറ്റാണ്, റഷ്യയിൽ വണങ്ങാൻ അപ്പം നല്ല ഊടുമുണ്ട്. അത് അടിപൊളിയാണ് ഫൈറ്റ്. ഓക്കെ, അടിപൊളി സിനിമ. ഫാമിലി ആയിട്ടും നല്ല ആരുമായിട്ട് വേണേലും കാണാം. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ലായിരിക്കുന്നു, നല്ല അഭിനയം, നല്ല റിയാക്ഷൻ. നന്നായിരുന്നു. അതെ അതെ, ഇന്നത്തെ ലാഭത്ത് ആവശ്യമുള്ളതാണിത്. പെൺകുട്ടികളെ റെഡിയാക്കണതിന് വേണ്ടിയിട്ട് കണ്ടിരിക്കേണ്ട പടം. പെൺപിള്ളേരെല്ലാവരും കണ്ടിരിക്കേണ്ട പടം. സൂപ്പർ പടം, അടിപൊളിയുണ്ട്, തകർത്തുണ്ട്. നല്ല പടം, പെൺകുട്ടികൾ പ്രത്യേകിച്ച് കണ്ടിരിക്കേണ്ട പടമാണ്. അടിപൊളി. പിന്നെ നന്നായി. വിസ്മയ മോഹൻലാൽ നല്ല അഭിനയം, നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. ഓ സൂപ്പർ, നല്ല സൂപ്പർ മൂവി. പിന്നെ പെൺകുട്ടികളും കുഞ്ഞുകുട്ടികളൊക്കെ കാണേണ്ട ഒരു സിനിമയല്ലേ? ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലത്ത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. വളരെ നന്നായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ മോളല്ലേ എസ്പെഷ്യലി, വളരെ നല്ല അഭിനയം, നല്ല സിനിമയും. അത് നല്ലതായിട്ടുണ്ട്. ഫസ്റ്റ് അഭിനയിക്കുകയാണെന്ന് തോന്നത്തില്ല, നല്ല രീതിയിൽ അഭിനയിച്ചു. അടിപൊളി പടമായിരുന്നു, സൂപ്പർ. പലരും പല അഭിപ്രായമൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ അതാണൊരു ഡൗട്ട് ഉണ്ടായി. എന്നാലും ലാലേട്ടൻ്റെ മോളല്ലേ, ലാലേട്ടൻ്റെ കൂടെ കാണിക്കാതിരിക്കില്ലല്ലോ. അതുകൊണ്ട് വന്നതാണ്, കുഞ്ഞിനെയും കൊണ്ട് വന്നതാ. സൂപ്പർ പടം, മസ്റ്റ് വാച്ചാണ്. അത് തിയേറ്ററിൽ തന്നെ കാണണം, എന്നാലാണ് അടിപൊളി. സൂപ്പർ തന്നെ അടിപൊളി. പഠിക്കുന്നത് ഇവൻ പഠിക്കുന്നുണ്ട്, ഒക്കെ പഠിക്കുന്നുണ്ട്. അയ്യോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിസ്മയുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു വെച്ചിട്ട് വന്നപ്പോൾ അയ്യോ ഒന്നും പറയാനില്ല, ഭയങ്കര ഹൈ ആയിരുന്നു. വന്ന് തന്നെ കാണണം, അതും തിയേറ്ററിൽ തന്നെ. അല്ലാണ്ട് OTT ഒക്കെ വന്ന് കണ്ടിട്ട് വലിയ ഗുണമൊന്നും എനിക്ക് തോന്നുന്നില്ല. തിയേറ്ററിൽ കണ്ടാൽ സൂപ്പർ പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു. നല്ല മൂവി. കാരണം വിസ്മയുടെ സൂപ്പർ പറയാനൊന്നുമില്ല. പെൺകുട്ടികളായ അങ്ങനെ തന്നെ വേണം. ഇന്ന ചെറിയ പിള്ളേർ തൊട്ട് 8 വലിയ ആളുകൾ വരെ സൂപ്പർ മൂവി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുരക്ഷിത ഇല്ല. സത്യം പറയുമെങ്കിൽ ഇതുപോലെ പെൺകുട്ടി എല്ലാവരും കാണണം, മസ്റ്റ് വാച്ച്. ഒരു സ്പിരിറ്റ് തോന്നും നമുക്ക്. നല്ല വിസ്മയ ഫസ്റ്റ് മൂവിയാന്ന് തോന്നില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ കാര്യങ്ങളെല്ലാം നല്ല. BGM അടിപൊളി BGM ആണ്. ലാലേട്ടന് കുറച്ചുകൂടി ഇമ്പാക്ട് കൊടുക്കാമെന്ന് തോന്നി. ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആയിരുന്നു, പക്ഷേ നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല സസ്പെൻസ് ഉണ്ട്. ഓ അസാധ്യ അഭിനയം. L2 കണ്ട പോലെ ഒന്നുമല്ല, പക്ക ആയിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തു. ചാൻസ് ഉണ്ട്. സൈക്കോ റോളൊക്കെ അഭിനയിക്കാൻ പറ്റിയ ആളാണ്. ഫിസിക്കും കാര്യങ്ങളൊക്കെ നല്ല ഫിസിക്കാണ്. പിന്നെ പെൺകുട്ടികൾക്കൊക്കെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. പെൺകുട്ടികളുടെ പറ്റിയ സിനിമ. അടിപൊളിയാ, അതെനിക്കറിയില്ല. നല്ല സിനിമ. അതെ, ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ശരിക്കും നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്ക് പോലും നല്ലൊരു അവകാശം അല്ലേ, ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കണമെന്നുണ്ടോ? ആണോ, പഠിച്ചിട്ടുണ്ടോ? എന്താണ് പറയാനുള്ളത്? വിസ്മയുടെ ഫാനായോ? കേട്ടോ, സൂപ്പർ പടമാണ്. മോഹൻലാലിനോട് അസൂയുള്ളവരൊക്കെയാണ് പറഞ്ഞത്. നല്ല ഫൈറ്റൊക്കെ ഉണ്ടല്ലോ, സൂപ്പറാണ് നമ്മുടെ വിസ്മയയുടെ. നല്ല അഭിനയം, മിതമായ അഭിനയം, കൃത്രിമമായ അഭിനയമല്ല. ആ കുട്ടിക്ക് കഥാപാത്രത്തിനും ചേരുന്ന വിധത്തിലുള്ള അഭിനയമായിട്ട് സൂപ്പർ പടമാണ്. എനിക്ക് തണുപ്പ് പോലും അറിഞ്ഞില്ല, ഞാൻ ഇത് പുതയ്ക്കാൻ കൊണ്ടുവന്നു. പക്ഷെ ഫൈറ്റിൻ്റെ ഒരു രസം കണ്ടിട്ട് എനിക്ക്
തണുപ്പൊന്നും വന്നില്ല. സൂപ്പർ. ശരിക്കും ഇതിന്റെ ഈ ഡ്രഗ്സിനെതിരെയൊക്കെ പോരാട്ടം ഒരു ലേഡി കാണിക്കുന്നുണ്ടല്ലോ. അത് തന്നെ, ഡ്രഗ്സിനെതിരെ, പിന്നെ പെൺകുട്ടികൾക്കെതിരെ അതിക്രമത്തിന് ഏറ്റവും നല്ലത് കരാട്ടെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു നല്ല സന്ദേശം കൂടി കൊടുക്കണം. കുഞ്ഞു കുട്ടികളെ പോലെ നമ്മളത് ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ എപ്പോഴാണ് നമ്മൾ അവർക്ക് കരാട്ടെ പഠിക്കാൻ പറ്റുമെന്ന് അതിൻ്റെ വിദഗ്ധർ പറയണത് അപ്പോൾ മുതൽ കുട്ടികളെ പഠിപ്പിക്കണം. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട് വിസ്മയുടെ അഭിനയിക്കുക? ഓ സൂപ്പറല്ലായിരുന്നു, അടിപൊളി, സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി, ജയശൊക്കെ ഇഷ്ടമായി. അവരൊക്കെ പുതുമുഖ താരങ്ങളാണ്. അപ്പൊ പക്ഷെ നല്ല സൂപ്പറാണ്. ഇത് നമ്മുടെ ടെൻഷൻ സമൂഹത്തിനൊരു മെസ്സേജും കൂടിയാണല്ലോ കൊടുക്കണേ. അതെ നിങ്ങൾ സ്ത്രീകളെ അതെ, സ്ത്രീകൾക്ക് അതൊരു ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം എന്നല്ലേ? അതെ അതെ, നല്ല കാര്യം. ശരി, ഓക്കെ. പെണ്ണുങ്ങൾക്ക് പറ്റിയ നല്ല പടം. ഫാമിലി ആയിട്ട് കണ്ടിട്ട് കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് കാണാവുന്ന പടം. എങ്ങനെയുണ്ട്? മോൾക്ക് ഇഷ്ടപ്പെട്ടു? എങ്ങനെയുണ്ട്? അവർ പുതുമുഖ താരങ്ങളാണ്, അവരുടെ പ്രകടനം. നമുക്ക് എന്താണ് പറയാനുള്ളത്? സൂപ്പറായിരുന്നു, നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. പുതുമുഖ താരങ്ങളുടെ നന്നായിരുന്നു. പിന്നെ അവരുടെ കണ്ടന്റ് ഉണ്ടല്ലോ, പെൺമക്കളെയൊക്കെ നമുക്ക് ഇതുപോലെ മാർഷൽ ആർട്സ് ഒക്കെ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നു. മാർഷൽ ആർട്സ് അല്ലെങ്കിലും സെൽഫ് ഡിഫൻസ് പഠിക്കുക, അതന്നെ. അടിപൊളിയാ, സൂപ്പറാ. തകർത്താ പുതിയ പിള്ളേരുടെ പ്രകടനം? ഇവിടെ നല്ല നല്ല ആക്ഷനൊക്കെ ഉള്ള നല്ലൊരു പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ കാണേണ്ടത് പെൺകുട്ടികൾ സ്ട്രോങ് ആയിരിക്കണം എന്ന് അതിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും പെൺകുട്ടികൾ ബാക്കാണെന്ന് ചിന്തിക്കുന്നവർക്കൊരു മെസ്സേജാണ് ഗേൾസ് എസ്പെഷ്യലി കാണുന്നത്. ഇനി സൺഡേ ആയിട്ട് തിരക്കൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം ഉച്ച സമയമായിട്ട് കുറവുണ്ട്, വൈകുന്നേരം നല്ല തിരക്കായി. നിങ്ങൾ ലേഡീസിനൊക്കെ ഭയങ്കര സീറ്റ് അഡ്ജ് മൂവ്മെന്റ് ആണ്. അതെ